ഹായ് ഗായ്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഞാൻ എന്തിനാണ് വന്നത് ഇന്നത്തെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അതായത് നമ്മുടെ കമുകൻകോട് കൊച്ചുപള്ളിയിലെ തിരുനാളാണ്. ഞാൻ മുമ്പ് കൊച്ചുപള്ളിയിലെ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇതുപോലെ പെരുന്നാൾ വരും, അപ്പം ഞാൻ കാണിച്ചു തരാം. സൂപ്പറാണ്, നല്ല രസമാണ്. ഇന്നാണ് അവിടുത്തെ ചപ്ര പ്രദക്ഷിണമൊക്കെ ഉള്ളടേ. അത് പോയുള്ളതെന്ന് അറിഞ്ഞുകൂടാ. ഞാനും അച്ഛനും ഡാഡും കൂടെ ഇപ്പോൾ പോകാൻ പോവാണ്. അമ്മ കടയിലുണ്ട്. അമ്മ കടയിൽ നമ്മളോട് ജോയിൻ ചെയ്യും. കിട്ടുമൊന്നുമില്ല ഗൈസ്, കിട്ടിയൊരു വർക്ക് ഉണ്ട്, അതാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചുപള്ളിയിലെ പെരുന്നാളാണ്. ശ്വാസം മുട്ടുന്നത് വെപ്രാളപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ നേരെ അമ്മയുടെ കടയിലെത്തി. അപ്പോഴവിടെ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കടയിൽ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മയാണെങ്കിൽ ഡാഡുവിന് അവിടെ നിന്ന് കമ്മലൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുമായിരുന്നു. അവനാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ കണ്ടപ്പോൾ ഒരു ആക്രാന്തമായിരുന്നു. അങ്ങനെ ഡാഡുവിനെ കളിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന അമ്മ. ഇന്നലെ പാചകത്തിന് പോയി ഉറക്കമില്ലാത്ത ക്ഷീണത്തിലിരുന്ന് ഉറങ്ങുന്ന അച്ഛൻ. ചുണ്ടിലെ ലിപ്സ്റ്റിക്ക് പോയതിൻ്റെ വിഷമത്തിൽ നിൽക്കുന്ന ഞാൻ. അങ്ങനെ നിന്ന് നമ്മൾ ലാസ്റ്റ് സമയമായപ്പോഴത്തേക്കും നമ്മുടെ ചപ്രം കാണാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം വന്നില്ല ഗായ്സ്, കാരണം ഡെലിവറി കഴിഞ്ഞ സമയമായിരുന്നു. അല്ലാതെ നമ്മൾ എല്ലാ വർഷവും നമുക്ക് ഭയങ്കര ഫീലാണ്, നൊസ്റ്റാൾജിയാണ്. കൊച്ചിലേ മുതൽ പള്ളിപ്പെരുന്നാൾ, കമുകിൻകോട് പള്ളിപ്പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല, എല്ലാവരുടെയും ഒരു ആഘോഷമാണ്. അത് ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മളത് കാണാൻ വേണ്ടി വന്നു. ഡാഡു ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. എല്ലാ പ്രാവശ്യവും എൻ്റെ കൂടെ അഞ്ചുമോളും കിട്ടുമൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് കാണാൻ വരാൻ വേണ്ടി. ഈ പ്രാവശ്യം ചില സാങ്കേതിക കാരണങ്ങളാൽ അവർക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, അടുത്ത വർഷം നമുക്ക് ഒരുമിച്ച് വരാം. ഇപ്പോൾ അമ്മയും അച്ഛനും ഡാഡും ഉണ്ട്, അത് നമുക്കൊരു സന്തോഷമാണല്ലോ. പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചു. അതായത് ഞാൻ പരിസരബോധം ഇല്ലാതെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് എടുത്തിങ്ങനെ തിരിഞ്ഞതും ഒരു കാർ വന്നൊരു ഒറ്റ തട്ട് എൻ്റെ കയ്യിൽ. കാര്യമായിട്ടൊന്നും ഇല്ല, ചെറുതായിട്ടൊരു തട്ട് കിട്ടി. അപ്പം തന്നെ എൻ്റെ കിളി പോയി. നല്ല വേദനയായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് അത് സഹിച്ചാണ് ഗൈസ് വീഡിയോ എടുത്തത്. അങ്ങനെ വരുന്നതാണ് നമ്മുടെ മെയിൻ ആളായ അന്തോണീസാണ് നമ്മുടെ മെയിൻ ഹീറോ എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് എല്ലാം ഒന്ന് പ്രാർത്ഥിക്കുന്ന അന്തോണീസിൻ്റെ അടുത്താണ്. നമുക്കവിടെ വരുമ്പം തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ അന്തോണീസിനെ കണ്ടു, കുളിർക്കെ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ മാത്സ് ടീച്ചർ വരില്ലേ, ബയോളജി ടീച്ചർ വരില്ലേ എന്നൊക്കെ നമ്മൾ ആദ്യം വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് പോവാറുള്ളത്. എപ്പോഴും 1 രൂപയെ കൊണ്ടുവരും നമ്മൾ കാണിക്കിടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏകദേശം പ്രാർത്ഥനകളും അന്തോണീസ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കിട്ടുവിനെ കെട്ടിച്ച് തരണേ ദൈവമേ എന്നും ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ വീണ്ടും ഓർത്തോർത്ത് നമ്മൾ നടക്കുകയാണ്. എല്ലാം ന്യൂസ്റ്റുമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നാൾ വന്ന സ്റ്റോളിലോട്ട് വരികയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ടോയ്സും ഫുഡും ഒക്കെ ഉള്ളത്. നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ എല്ലാ പ്രാവശ്യത്തെയും അത്ര തിരക്ക് ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞൊരു കട്ട വൈബ് എനിക്ക് കിട്ടിയില്ല എല്ലാ പ്രാവശ്യത്തെ അത്ര വൈബ്. എന്നാലും ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ് ഈ ഉള്ള വൈബ് വെച്ച്. പിന്നെ കുഞ്ഞു മക്കൾക്കൊക്കെയുള്ള കുറച്ച് റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. തലേ ദിവസം വന്ന് ഗെയിം കളിച്ച് പരാജയപ്പെട്ടിട്ടും തീരെ പതർച്ചയില്ലാതെ അമ്മ വീണ്ടും കളിക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രാവശ്യം അച്ഛനാണ്, എൻ്റെ സ്വന്തം അച്ഛൻ. അങ്ങനെ അച്ഛൻ എറിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ റൗണ്ട് സാധനം അച്ഛനെ കൊണ്ട് എറിയിപ്പിക്കാനാണ് അമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്നിൽ ഈ റൗണ്ട് പോയി വീണ ആ സാധനങ്ങൾ നമുക്ക് കിട്ടും. എൻ്റെ അച്ഛന് സാധാരണ ഇതിൽ ഭയങ്കര ഉന്നമാണ്. അച്ഛന് ഇടം കൈയാണ് വാക്ക്. പക്ഷേ ഇതെന്തുകൊണ്ടാണെന്നറിയില്ല, ഒന്നും കിട്ടിയില്ല കഷ്ടപ്പെട്ട് ഇറങ്ങിയിട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് കഷ്ടപ്പെട്ട് എറിയാൻ നിൽക്കേണ്ട, ഇത് കിട്ടാൻ സാധ്യതയില്ലെന്ന്. കാരണം ഇതെന്തെങ്കിലും ഒരു നാക്കിലായിരിക്കും അവരത് വച്ചേക്കുന്നത്. നോർമലി ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛന് ഭയങ്കര ഉന്നമാണ്, അച്ഛന് പോലും ഇത് എറിയാൻ പറ്റിയില്ല. പിന്നെയും അമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് അച്ഛൻ എറിയാൻ തയ്യാറായതാണ് ഗൈസ്. എന്നാലും കുഴപ്പമില്ല, ചുമ്മാ നമുക്കിതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. പണ്ട് നമ്മുടെയൊക്കെ സ്ഥിരം ഹോബി ഇതായിരുന്നു പള്ളി പെരുന്നാളിന് വരുമ്പോൾ. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലാ ഉത്സവപ്പറമ്പുകളിലും ഇതൊരു സ്ഥിരം സാന്നിധ്യമാണ്. അങ്ങനെ അതൊക്കെ കളിച്ചു കഴിഞ്ഞു. ഒന്നിൽ തോറ്റാലും പതറില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മ അച്ഛനെയും കൊണ്ട് അടുത്ത ഗെയിമിൻ്റെ അടുത്തോട്ട് പോയി. അപ്പോഴേക്കും ഇവിടെ കുറേ പിള്ളേരുടെ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഡാഡൂസൊക്കെ അത് കണ്ടിച്ചിരി ആക്രാന്തം ഉണ്ടായിരുന്നു അതിൽ കയറാൻ വേണ്ടി. പിന്നെ അവനെ കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് അച്ഛൻ ഇതിലെങ്കിലും ജയിക്കുമെന്ന് നോക്കാം. അതായത് ഈ ഗ്ലാസ് എല്ലാം ഇങ്ങനെ ചരിഞ്ഞ് വീഴണം. മൊത്തം എത്ര 3 or 4 പ്രാവശ്യം നമുക്ക് എറിയാൻ പറ്റും. പക്ഷേ അതും വീണില്ല. ഏകദേശം എല്ലാം വീണു. ഒരു 3-4 വീഴാനുണ്ടായിരുന്നു. അങ്ങനെ അതും തോറ്റു. എന്നിട്ടും എൻ്റെ അമ്മയ്ക്ക് മതിയായില്ല ഗൈസ്. അതാണ് ഒരു നഗ്ന സത്യം. ഇനി ഒരു ഗെയിം കൂടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അതിലും കൂടെ കയറണമെന്നാണ് അമ്മ പറയുന്നത്. കയറിയാലും കിട്ടൂലടി എന്നാണ് അച്ഛൻ പറഞ്ഞത്. കിട്ടിയില്ലെങ്കിലും വേണ്ട, നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് അമ്മ വീണ്ടും അച്ഛനെ വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കളിച്ച് തോറ്റ ഗെയിമാണ് ഗൈസ്. അവിടെയാണ് വീണ്ടും പോയത്. അതായത് ഈ ബോൾസ് അറിയുന്ന ഗെയിമാണ്. അതിൽ അറ്റ്ലീസ്റ്റ് 18 ആയാലേ നമുക്ക് എന്തെങ്കിലും പ്രൈസ് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഇതിലെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ ഇത് വീണില്ല.
ഒന്നും കിട്ടാതെ പ്ലിങ്ങായ അമ്മയെ കണ്ട അന്തോണീസിന് പാവം തോന്നി അനുഗ്രഹിച്ചുകൊണ്ടായിരിക്കും ഇതിൽ നമുക്കൊരു പ്രൈസ് കിട്ടി ഗൈസ്. അതായത് അറ്റ്ലീസ്റ്റ് 18 വീഴണമല്ലോ, 18 നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബാസ്ക്കറ്റ് പ്രൈസായിട്ട് കിട്ടും. ആദ്യം എടുത്തത് ഒരു മെറൂൺ കളറാണ് അവർ കൊടുത്തത്. പക്ഷേ അമ്മയ്ക്ക് പച്ച ഇഷ്ടമായതുകൊണ്ട് അമ്മ പച്ച വാങ്ങി. എൻ്റെ അമ്മ പച്ച കളറിൻ്റെ ആളാണ്. പച്ച എവിടെ കണ്ടല്ലോ അമ്മ അവിടെ വീഴും. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു പോയി. ആദ്യം പാനിപ്പൂരിയാണ് കഴിക്കാൻ പോയത്. ഞാനിതൊക്കെ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു. പാനിപ്പൂരി കഴിച്ചിട്ട് കുറേ നാളായി. അതുകൊണ്ടാണ് പാനിപ്പൂരി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് അച്ഛനും അങ്ങനെ 2 എണ്ണം പറഞ്ഞു. കണ്ടപ്പോഴേ എന്തോ ഒരു വശപ്പശക്ക് എനിക്ക് തോന്നി. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. തീരെ കൊള്ളില്ലാത്തൊരു പാനിപ്പൂരിയായിരുന്നേ. എന്നാലും കഴിച്ചു, പൈസ കൊടുത്ത് വാങ്ങിയതാണല്ലോ. പിന്നെ ചുണ്ടൽ മസാല വാങ്ങി, അതും കൊള്ളത്തില്ലായിരുന്നു. ഡാഡ് ഇത് കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനൊരു ഇച്ചിരി ഇങ്ങനെ വയൽ തേച്ച് കൊടുത്തു. പിന്നെ ഒരു മുളക് ബജി വാങ്ങിയായിരുന്നു, അതും കൊള്ളൂലായിരുന്നു. ആകെ കൊള്ളായിരുന്നു. അത് ഈ കോളിഫ്ലവർ ഫ്രൈ ആണ് ഗൈസ്, അത് നല്ലതായിരുന്നു. അതുകൊണ്ട് നമ്മൾ 2 പ്ലേറ്റ് കോളിഫ്ലവർ ഫ്രൈ വാങ്ങി. അമ്മ അത് ആ ബക്കറ്റും തലയിൽ കമത്തിക്കൊണ്ട് ചുണ്ടൽ മസാല കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബക്കറ്റ് വയ്ക്കാൻ വേറെ സ്ഥലമില്ലായിരുന്നു. പിന്നെ ഐസ്ക്രീം വാങ്ങാമെന്ന് വെച്ചാൽ ഐസ്ക്രീം വാങ്ങാൻ പോയി. ഞാൻ വാനില, പിന്നെ അതിൻ്റെ കൂടെ ബട്ടർ സ്കോച്ച് 2 ഫ്ലേവറോട് ഒരുമിച്ചാണ് വാങ്ങിയത്. അത് നല്ലതായിരുന്നു. ബട്ടർ സ്കോച്ചൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറേ നേരം കറങ്ങി തിരിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിങ്ങനെ നടക്കുവാണ്. അപ്പോഴേക്കും കുറേ കുട്ടി ടോയ്സ് വിൽക്കുന്ന ഒരു സ്ഥലത്തെത്തി. നമ്മൾ അവിടെ നിന്ന് തപ്പി പിടിച്ചതാ ഈ സാധനം എനിക്ക് കിട്ടി ഗായ്സ്. ഇതിൻ്റെ വിവരങ്ങൾ ഞാൻ വഴിയെ പറയാമേ. പിന്നെ കരിമ്പ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഞാൻ ഇതും ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കുഞ്ഞിലേ മുതൽ കരിമ്പ് എന്ന് പറയുന്നത് എനിക്ക് എന്താണ് ഇത്ര ഇഷ്ടമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അച്ഛൻ എനിക്ക് കരിമ്പ് വാങ്ങി തന്നു. അങ്ങനെ അതെല്ലാം വാങ്ങി പാഴ്സലാക്കിക്കൊണ്ട് നമ്മൾ നേരെ ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് പോകണം. അച്ഛൻ ബേക്കിൽ നിന്ന് വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോ ഇങ്ങനെ പോയി കയറിയതും ഓപ്പോസിറ്റ് വേറൊരു ഓട്ടോ വന്നു. പിന്നെ നമ്മുടെ ഓട്ടോവും അവൻ അത് ബാക്കിലോട്ട് എടുത്ത് ആ ഓട്ടോയെ പറഞ്ഞിട്ടിട്ടാണ് നമ്മളെ കൊണ്ടുവന്നത്. അപ്പോഴേക്കും അമ്മ ഡാഡുവിനൊരു കുടുക്ക കൊടുത്തു. ഇത് കടയിലെ പ്രവീൺ ചേട്ടൻ ഡാഡുവിന് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അതിൽ പൈസയൊക്കെ ഇട്ട് അമ്മ ഡാഡുവിന് കൊടുക്കുവാനേ. ഡാഡു അത് കിട്ടിയ സന്തോഷത്തിൽ എന്താണെന്നറിയാതെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഗായ്സ്, നമ്മുടെ പണ്ടത്തെ വലിയ നൊസ്റ്റാൾജിക് ഐറ്റമാണിത്. ഇതിനെ ഡാഡു ഇപ്പം തന്നെ നശിപ്പിച്ചു. അയ്യോ, ഇത് കിട്ടുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പോയപ്പോൾ കിട്ടി. ബാർബിയൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും പണ്ടത്തെ ഒരു ഓർമ്മ കിട്ടി ഇത് കണ്ടപ്പോൾ. പക്ഷേ സാധനത്തിനെ നശിപ്പിച്ചു അവൻ. എന്നാലും നമുക്ക് കണ്ട് ഓർമ്മകളായ വറക്കാൻ പറ്റിയൊരു ഐറ്റം. അവൻ്റെ സന്തോഷപ്രകടനം കണ്ടതിന് ശേഷം ഞാൻ കരിമ്പ് കഴിക്കാൻ വേണ്ടി പോയി. കരിമ്പ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, ആഹാ, ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഈ കരിമ്പ് മൊത്തം കഴിച്ച് തീർത്തല്ലാതെ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. കരിമ്പ് എത്ര കിട്ടിയാലും അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഗൈസ് കരിമ്പ്. ഞാൻ കഴിക്കും പോലെ കരിമ്പ് കഴിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ല എന്നതാണ് സത്യം. പിന്നെ വണ്ടിപ്പലാരം എന്ന് നമ്മൾ പറയുന്നത് ഈ സ്നാക്സൊക്കെ കഴിച്ചു. എല്ലാ ഉത്സവ പറമ്പിലും ഇതുണ്ട്. അക്ഷരത്തെറ്റ് കൂടുന്നുണ്ട് ഗൈസ് ഈയിടെയായിട്ട്. ഈ തേൻകുഴലാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ അച്ഛൻ നമുക്ക് വരുന്ന വഴിക്ക് ചിക്കൻ ഫ്രൈയും ചിക്കൻ തോരനൊക്കെ വാങ്ങി. അതും കൂട്ടി ചോറും കഴിച്ചു. ഗായ്സ്, അങ്ങനെ നമ്മൾ പോയിട്ട് തിരിച്ചെത്തി. സത്യസന്ധമായി പറയുകയാണെങ്കിൽ പണ്ടുള്ള ആ ഒരു കട്ട വൈബൊന്നും കിട്ടിയില്ല. ആ ഡെങ്ക് ഫീൽ ഉണ്ടല്ലോ, അതൊന്നും കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല. കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയമായിരുന്നു. ഇപ്പോൾ പോകാൻ പറ്റി. കൊള്ളാം. ഡാഡ് ഫസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. ഇനി വരും വർഷങ്ങളിൽ നമുക്കിങ്ങനെ വരാൻ പറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വേറെ സൂപ്പർ കിടിലം വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.